എൻ്റെ പേര് ഗോപിക പ്രശാന്ത്. ഞാനിവിടെ എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എല്ലാവർക്കും അറിയണ കാര്യമാണ്, പാലാരിവട്ടം പൈപ്പ് ലൈൻ തൊട്ട് ഇൻഫോ പാർക്ക് വരെ മെട്രോയുടെ പണി നടക്കുവാണ് ഇപ്പോൾ. അപ്പോൾ കറക്റ്റ് മെയ് 19 രാത്രി ഒരു 9 to 10 മണിക്കുള്ളിൽ പാടിവട്ടം കപ്പേള, വാഴക്കാലേന്ന് പാലാരിവട്ടം പോകുമ്പോൾ പാടിവട്ടം കപ്പേളയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫ്രണ്ടിലെ പില്ലറിന് മേലെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു അയൺ റോഡ് നമ്മൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഫ്രണ്ടിലെ വിൻഷീൽഡ് തുളച്ചു കയറി എന്റെ സീറ്റിലേക്ക് വന്നിരുന്നു. ഞാൻ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്റെ കൈക്ക് ഇവിടെ ഒരു ചതവും തൊടയുടെ ഇവിടെ ടൈറ്റ്സിലായിട്ട് ഒരു മുറിവുണ്ട്. ഞാൻ ഇട്ടിരുന്ന വസ്ത്രം കീറിയിട്ടുണ്ടായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് എന്താ പറയാ, തലനാരിഴകയ്ക്ക് രക്ഷപ്പെട്ട ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ആ ഒരു സമയത്ത്. ഇത്രയും വലിയൊരു അനാസ്ഥ നമ്മുടെ മെട്രോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പം എനിക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അധികം കാര്യമായിട്ട് പറ്റാതിരുന്നത്. അത് പോയിരുന്നത് ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ എന്തോ ആയിക്കോട്ടെ, അതൊരു മരണം വരെ സംഭവിക്കാൻ പറ്റണ കാര്യമായിരുന്നു. കൈമ കയറിയത് നേരെ മറിച്ച് എന്റെ നെഞ്ചിലോ തലയിലോ വയറിലോ എവിടെ കൊണ്ടാലും എനിക്ക് മരണം വരെ സംഭവിക്കാൻ പറ്റണ വലിയൊരു കാര്യമായിരുന്നു ആ സംഭവിച്ചത്. അതിലുപരി ഇപ്പൊ നമ്മളെല്ലാവരും ഈ പണി നടക്കണ മെട്രോയുടെ താഴെ കൂടെ പോണ ആൾക്കാരാണ് എല്ലാവരും. ഇതിപ്പോ എനിക്ക് എന്നല്ല, വേറെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം ഇത് മാക്സിമം അധികാരികളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു കാര്യം മാത്രമാണ്. കാരണം ഇനിയിപ്പോ എനിക്കുണ്ടായത് നാളെ വേറൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല. മെട്രോയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അനാസ്ഥ ഇനി സംഭവിക്കാനേ പാടില്ല. കാരണം ഇതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യണില്ല. ഇത്രയും വലിയൊരു അയൺ റോഡ് മേലേന്ന് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് സേഫ്റ്റി ഉള്ള അവിടെ? നമ്മൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും നമ്മുടെ കൂടെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നത്. കാരണം സാറുമാരാണെങ്കിലും നമുക്ക് കൂടെ തന്നെയാണ് നിന്നത്. പക്ഷെ ഇത് കോൺട്രാക്ടേഴ്സിന്റെ ഇടയിൽ എത്തിച്ചപ്പോൾ അവരോട് സംസാരിച്ച സമയത്ത് അവർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായ പോലെ എനിക്ക് പേഴ്സണലി ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. അവരിതൊരു ചെറിയ കാര്യം പോലെയാണ് എടുത്തേക്കണത്. അവര് റോഡ് ബ്ലോക്ക് ചെയ്തില്ല, അത് അവരുടെ മിസ്റ്റേക്ക് ആണ്, അതൊരു ലെസൺ ആണെന്നുള്ള രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. ഇപ്പൊ ഇങ്ങനെ ലെസൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് വെച്ചിട്ടല്ലല്ലോ അവർ ഓരോ ലെസൺസ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഒരാളെ ട്രയൽ ആൻഡ് എറർ നടത്തേണ്ടത് നമ്മുടെ ജനങ്ങളുടെ മേലെ വെച്ചിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല ഒട്ടും. അപ്പൊ മാക്സിമം ഇത് അധികാരികളിലേക്ക് എത്തട്ടെ. മെട്രോയുടെ സൈഡിൽ നിന്ന് ഇനി ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും കുറച്ച് എന്താ പറയാ, നമ്മുടെ സേഫ്റ്റി നമ്മുടെ മാത്രമാണ് എൻഡ് ഓഫ് ദി ഡേ, അല്ലാണ്ട് ആരുടെയും അല്ല. അപ്പൊ ആ വഴിക്ക് പോണവരൊക്കെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.